പാചകവാതക ക്ഷാമം കാരണം ജില്ലയിലെ 50% ഹോട്ടലുകൾ പൂട്ടിയെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാർ. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകളെ പോലെ വാണിജ്യ സിലിണ്ടറുകളും ലഭ്യമാക്കണമെന്നും ഹോട്ടൽ വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ പട്ടിണിയിലാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും വ്യാപാരികൾ പറയുന്നു. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാചകവാതക ക്ഷാമം കോഴിക്കോട് ജില്ലയിലും അതിരൂക്ഷമാണ്. വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകളിൽ ഈ പ്രയാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല ഹോട്ടലുകളും പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്. നമുക്കിപ്പം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കൂടി ചേരുകയാണ്. ഇപ്പോൾ എത്രമാത്രം ഹോട്ടലുകളാണ് പൂട്ടിയിട്ടുള്ളത്? എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുക? നിലവിൽ നമുക്കറിയാം, ഈ നോൻപ് കാലമായതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലെ നല്ലൊരു ശതമാനം ഹോട്ടലുകളും നോൻപിൻ്റെ ഭാഗമായി പൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ ഇവയൊക്കെ തുറന്നു പ്രവർത്തിച്ചിരുന്നു. കാരണം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഹോട്ടൽ വ്യാപാരം അത്രത്തോളം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഉപരിയുമായിട്ട് ഇത്തരം സ്ഥാപനങ്ങളൊന്നും തന്നെ ഇപ്പോൾ രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല. അതേപോലെ തന്നെ നല്ലൊരു ശതമാനം ഹോട്ടലുകളും തുറന്നിരിക്കുന്നതിൽ തന്നെ ഇന്നോ നാളെയോ, കാരണം ഇന്നലെ രാത്രി ഞാനൊരു 12:45 1 മണി വരെ ഫോണിലുണ്ട്. ഈ 1 മണി വരെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് ഇതിലുണ്ടോ? ഞങ്ങൾ നാളെ രാവിലത്തേക്കുള്ള മാവുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് കാരണം ഹോട്ടൽ മറ്റൊരു മേഖല പോലെ അല്ലല്ലോ ഹോട്ടൽ നാളെ നമുക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അസംസ്കൃത സാധനങ്ങളെല്ലാം തന്നെ ഇന്ന് കളക്ട് ചെയ്യണം. വെജിറ്റബിൾ മുതൽ പാല്, മാംസം, മത്സ്യമാംസങ്ങൾ എല്ലാം പെരിഷബിളായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്ത് ഇന്ന് പ്രൊഡക്റ്റ് ചെയ്ത് ഇന്ന് സെയിൽ ചെയ്യുക. അതാണ് ഹോട്ടൽ വ്യാപാരത്തിന് മറ്റുള്ളതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ലഭ്യത നമ്മുടെ ജില്ലയിൽ 3-4 ദിവസത്തോളമായി പൂർണ്ണമായിട്ടും വിതരണം നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള സ്ഥാപനങ്ങളെല്ലാം തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരു ബഹുഭൂരിപക്ഷവും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കടകൾ, അടഞ്ഞുകിടക്കുന്ന കടകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്താണ് ഇത്രയും ദിവസം പിടിച്ചു നിന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മെനു എല്ലാം കുറച്ചിട്ടുണ്ട്. കോഴിക്കോട്ടിൽ ഒരു 60% ആളുകളും ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റിനെ ആശ്രയിച്ചാണ് ഭക്ഷണ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നമുക്കറിയാം, നമ്മളെ അടുക്കളകളെല്ലാം ഈ ഫ്ലാറ്റ് അങ്ങനെയുള്ള ഈ ഹോസ്റ്റൽ, ഫ്ലാറ്റുകൾ, ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം തന്നെ അടുക്കളകൾ എന്നേ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഹോട്ടലുകളെ ആശ്രയിച്ച് ഓൺലൈനായിട്ടും ടേക്ക് അവേ ആയിട്ടും എല്ലാം തന്നെ ഹോട്ടലിനെ ആശ്രയിച്ചാണ് 60% കേരളത്തിലെ പ്രത്യേകിച്ച് കോഴിക്കോടിലെ വീടുകളും അതേപോലെ ഫ്ലാറ്റുകളും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ പൂട്ടിയ ഇടങ്ങളിലെ അതിഥി തൊഴിലാളികളൊക്കെയാണ് ഒരു വലിയ പറ്റം ആളുകളും. അപ്പോൾ അവരുടെയൊക്കെ ഭക്ഷണം അതുപോലെ അവരൊക്കെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതും എങ്ങനെയാണ്? അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? പിന്നെ ഈ സമയത്ത് നമുക്കറിയാം, ഇലക്ഷനുമായിട്ട് ഡിക്ലെയർ ചെയ്ത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ ക്ലീനിങ് ആയിട്ടും മറ്റ് ഹൗസ് കീപ്പിംഗ് ആയിട്ടും ഒക്കെ തന്നെ ഒരു 80% തൊഴിലാളികൾ അതിഥി തൊഴിലാളികളാണ്, അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ അവരൊക്കെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ ഇവർക്ക് അതിന്റെ ഹോട്ടലുകളൊക്കെ സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്നെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നത്.